ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് കുറച്ച് ചീര തോരൻ വയ്ക്കാനായിട്ടാണ് പോകുന്നത്. നമ്മൾ നട്ടിരുന്ന കുറച്ച് പൊന്നാങ്കണ്ണി ചീര അവിടെ വളർന്നു നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മുറിച്ചെടുത്തിട്ട് തോരൻ വയ്ക്കാം. ഇത് കണ്ണിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മേടിച്ച് നട്ടതാണ്. ഒരു ചുവട് നട്ടത് നമുക്ക് അവിടെ എല്ലാം പടർന്നു പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുറിച്ചെടുത്താലും അതിന് ചുവട് അവിടെ നിന്നിട്ട് അതിൻ്റെ പിന്നെയും കിളിർത്ത് പൊങ്ങിക്കോളൂ കേട്ടോ. മഴയത്തൊന്നും അത് പോയിട്ടില്ല. അധികം വളമോ കാര്യമൊന്നും ചെയ്യാതെ നല്ലൊരു ചീരയാണ് കേട്ടോ വളർന്നു വരുന്നത്. നല്ല ടേസ്റ്റുമാണ് ഇത് നേരത്തെ തോരൻ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചീര തോരൻ വയ്ക്കാം. അപ്പോൾ ചീരയൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഇത്രയും ചീര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി നമ്മൾ വെള്ളം തോർത്താനായിട്ട് വെച്ച്. അത് അവിടെ തന്നെ കാന്താരി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ കാന്താരിയും കൂടെ പൊട്ടിച്ചെടുക്കുന്നുണ്ടേ. പച്ചമുളകും ചേർത്ത് കൊടുക്കാറുണ്ട്. പച്ചമുളക് ഇതാ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പറിച്ചെടുക്കാനില്ലായിരുന്നേ. അപ്പോൾ ചീരയെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറി വെക്കാനായിട്ട് പോകാം. കുറച്ച് കൊച്ചുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കടുക് വറുത്ത് കറിവേപ്പിലേക്ക് ഇട്ട് പൊട്ടിച്ച് കൊച്ചുള്ളിയും കൂടെ ഒന്ന് പയ്യെ വഴറ്റിയെടുത്തിട്ട് കാന്താരിമുളക് അതിലേക്ക് നീളത്തിൽ കീറിയാണ് എടുത്തത്. തേങ്ങ ഒതുക്കിയല്ല എടുക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ കീറിയിട്ടത്. മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മുടെ ചീരയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചീരയ്ക്ക് കുറച്ച് വെള്ളമുണ്ട്, പിന്നെ അത് തന്നെയാണ് തണ്ടിന് കുറച്ച് വേവുണ്ട്. അത് മറ്റുള്ള ചീരയുടെ തണ്ട് പോലെയല്ല, തണ്ടിൻ്റെ ഒരു ഇച്ചിരി കട്ടി, വണ്ണം കുറഞ്ഞിട്ട് കട്ടിയല്ലേ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് ഇച്ചിരി വേവുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിയെടുത്തു. പിന്നെ അന്നേരത്തേക്ക് ചീര അരിയാനെടുത്ത പാത്രം എല്ലാം കഴുകി വെച്ചു. പാത്രം എടുക്കുന്നതെല്ലാം അപ്പം കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൂടി കിടക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പാത്രം അങ്ങനെ കഴുകി അവിടെ ഒരു ഡിഷ് ഉണ്ടല്ലോ അതിലേക്ക് വെള്ളം വാലാനായിട്ട് വെക്കാറുണ്ട്. പിന്നെ ഇത് ഇന്ന് രാവിലെ മുതൽ ഒരു വല്ലാത്ത കാലാവസ്ഥയാണ്. മഴയും വെയിലും ഇടകലർന്നിട്ട് തുണിയൊക്കെ വെളിയിലിട്ടിട്ടുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനിടയ്ക്ക് ഒരു മഴ കഴിഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞാണ് ചീര പറിക്കാനായിട്ട് ഇറങ്ങിയത്. അത് അപ്പോഴത്തേക്കും ചീരയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു അല്പം മഞ്ഞപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കും. നമുക്കിങ്ങനെ വെളുത്തിരിക്കുന്ന ഇഷ്ടമല്ല കറി. മിക്കവാറും നമ്മുടെ തോരനെല്ലാം തന്നെ മഞ്ഞപ്പൊടി ഇട്ടാണ് വയ്ക്കാറ്, മഞ്ഞ കളറിന്. ഉച്ചക്കത്തേക്ക് കുറച്ച് മീനും കൂടെ വറുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടെന്ന് പറയുന്ന മീനാണ് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നേ, പൊട്ടിയിരിപ്പുണ്ടായിരുന്നു, ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് കൊണ്ടുവന്നപ്പം വെട്ടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് പെട്ടെന്ന് വൈകിട്ട് കറി വെച്ചതിന് ശേഷം കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന എടുത്തിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊടിയൊക്കെ തിരുമിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇടയ്ക്ക് എടുത്ത് തിരുമി വയ്ക്കാറുണ്ട്. അപ്പോൾ രാവിലെയൊക്കെ ചോറ് കൊണ്ടുപോകാൻ വേണ്ടി പെട്ടെന്ന് എടുത്ത് വറുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ആദ്യം എടുത്ത് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ മതിയായിരുന്നു കേട്ടോ. അത് നെയ്യുള്ള ഒരു മീനാണ്, നല്ല നെയ്യായിരുന്നു, ഉരുകി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മീനും വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് ചോറുണ്ണാനായിട്ട് സമയമായിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ വിളമ്പിയിട്ട് ആ ചീരത്തോരൻ എടുത്തു, മീൻ വറുത്തെടുത്തു. പിന്നെ കഴിഞ്ഞ ദിവസം ഇട്ട് വെച്ചിട്ടുള്ള അമ്പഴങ്ങ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൂടെ ഒരു 2 കഷ്ണം എടുക്കുന്നുണ്ട്. ഉച്ചക്കത്തെ ചോറൊക്കെ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് രാവിലത്തേക്ക് നാളെ പുട്ടുണ്ടാക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് അരി വെള്ളത്തിയിടുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ പുട്ടുപൊടി വാങ്ങാറാണ് പതിവ്. ഇതിപ്പം പുട്ടുപൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി അരി പൊടിച്ച് വറുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് കഴുകി വെള്ളത്തിലിട്ടിട്ട് ഇച്ചിരി നേരം ഒന്ന് വിശ്രമിക്കാനായിട്ട് പോയി. വൈകുന്നേരത്തെ പണിയൊക്കെ നമുക്കൊരു 3-3:30 ശേഷമാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. ഉച്ച ഒരു നല്ല ജോലി തിരക്കുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് മടുത്തു പോയിട്ടോ. ഊണ് കഴിഞ്ഞിട്ട് ഒരു അല്പം നേരം കിടക്കാനായിട്ട് പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഏറ്റു വന്നിട്ടാണ് അരി പൊടിച്ചത്. നമ്മൾ പണ്ടൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഉരലിലൊക്കെ അരി പൊടിച്ചിട്ട് ഇരുന്നോണ്ടിരുന്നത്. അന്നൊന്നും മിക്സി വന്നിട്ടുണ്ടായിരുന്നില്ല, എൻ്റെയൊക്കെ തീരെ ചെറുപ്പത്തിലാണ്. അപ്പോൾ ഉരലിൽ അരി പൊടിക്കും, അലകിൻ്റെ ഒലക്കയൊക്കെ. അതിന് ശേഷം ഇരുമ്പൊലക്കയൊക്കെ വന്നു കഴിഞ്ഞത്. ആദ്യമൊക്കെ അലകിൻ്റെ ഒലക്കയായിരുന്നു. അപ്പോൾ പിന്നെ ആട്ടുകലൊക്കെ ഉണ്ടായിരുന്നു, വലിയൊരു ആട്ടുകലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും അരി ആട്ടാൻ അറിയത്തില്ല. അപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് അരി ആട്ടാനൊക്കെ ആയിട്ട് പഠിച്ചു.
അങ്ങനെ അരിയൊക്കെ ആട്ടിയൊക്കെയാണ് നമ്മൾ ദോശ അപ്പമൊക്കെ ചുട്ടോണ്ടിരുന്നത്. അത് കഴിഞ്ഞ ശേഷം മിക്സിയൊക്കെ വന്നു. പിന്നെ അതോടുകൂടി ഒലക്കൊക്കെ മാറി ആട്ടുകല്ലൊക്കെ പിന്നെ ഒന്നും ആരും ഉപയോഗിക്കാണ്ടായി. പിന്നെ പിന്നെ വന്ന ശേഷം അരകല്ലിൽ അരച്ചു പോലും ആരും എടുക്കാറില്ല, എല്ലാം മിക്സിയിൽ തന്നെ ആയില്ലേ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. പൊടി നമുക്ക് വറുക്കാതെയും പുട്ടുണ്ടാക്കാം. അതൊരു തുണിയിൽ പൊതിഞ്ഞിട്ട് അപ്പച്ചെമ്പി വെച്ചിട്ട് നന്നായിട്ട് നാവി കയറ്റിയെടുത്താൽ മതി. അന്നേരം തന്നെ നനച്ച് നമുക്ക് പുട്ടുണ്ടാക്കാം. നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും കേട്ടോ. അരിയെല്ലാം തെള്ളിയെടുത്ത് കഴിഞ്ഞിട്ട് ഇതാ വറുക്കാനായിട്ട് വെച്ചു. പൊടിയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് വെക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് അധികം മൂപ്പിക്കണ്ട, ഒരുപാട് ദിവസം വയ്ക്കാനല്ലോ, നമുക്ക് 2 ദിവസത്തേക്കുള്ളതേ ഉള്ളൂ ഇത്. അപ്പോൾ അത് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുത്തിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് ആറാൻ വേണ്ടിയിട്ട്. ആറി കഴിഞ്ഞിട്ട് നമുക്ക് ടിന്നിൽ അടച്ച് വെക്കാൻ നോക്ക്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം കുറേ പാത്രങ്ങളും കൂടെ പിന്നെയും വന്നു. അരി പൊടിക്കാനൊക്കെ എടുത്ത പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കൂടെ ഒന്ന് കഴുകി വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിൻ്റെ മഴക്കാറ് വയ്ക്കേണ്ട, അപ്പോൾ തുണി എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് പിടിച്ചുള്ള പരിപാടിയാണ് കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് കഴുകിയൊക്കെ എടുത്ത് വെച്ചു, തുണിയൊക്കെ എടുത്ത് വെച്ചു, തുണിയൊക്കെ എടുത്ത് മടക്കി വെച്ചു. അപ്പോഴത്തേക്കും മോൻ ഇന്ന് വീട്ടിലുണ്ടായിരുന്നു. മോൻ ഇന്ന് ജോലിയില്ലായിരുന്നു. അപ്പോൾ അവൻ പോയി പാല് മേടിച്ചിട്ട് വന്നു. പാല് വൈകിട്ടത്തേക്ക് കഴിക്കാനൊക്കെ ആയിട്ട് മേടിച്ചിട്ട് വന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ചായയൊക്കെ ഇട്ടു. ഞങ്ങൾ 3 പേരും കൂടെ കുടിച്ചു. ഞാനും അമ്മയും അപ്പൂവനും ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ഞങ്ങൾ ചായ ഇട്ട് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാധാരണ വൈകുന്നേരം ചെടിയൊക്കെ ഒന്ന് നനച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് പയ്യെ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും അപ്പോൾ പിന്നെ ചെടിയൊന്നും നനച്ച് കൊടുക്കണ്ടല്ലോ. അപ്പോൾ അത് മുറ്റത്ത് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെടി അവിടെ മറിഞ്ഞ് കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതൊരു കമ്പ് നാട്ടിയാണ് വെച്ചിരുന്നത്. അപ്പോൾ ആ കമ്പ് മറിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതിറങ്ങി ചെന്ന് വെച്ച് അതൊന്ന് പിടിച്ചൊക്കെ കെട്ടി വെച്ചു. പിന്നെ ഇതാ പ്രത്യേകിച്ച് ഒന്നുമില്ല, നനച്ച് കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് നോക്കിയപ്പോൾ കുറച്ച് കളയൊക്കെ വളർന്നതൊക്കെ ഒന്ന് പറിച്ച് മാറ്റി കൊടുത്തു. പിന്നെ ഹാങ് ചെയ്തിട്ടിരുന്ന ചെടിയുണ്ടല്ലോ, അതിന് നമുക്ക് കുറച്ച് വെള്ളം നനച്ച് കൊടുക്കണം. അതിൻ്റെ ഭാഗത്തേക്ക് വെള്ളം വീഴത്തില്ല. അപ്പോൾ ഹാങ് ചെടി ഒന്ന് നനച്ച് കൊടുത്തിട്ട് അപ്പോഴത്തേക്ക് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി.